പെർസ്പെക്റ്റീവ്സ് ആൻഡ് മെത്തഡോളജി ഓഫ് സോഷ്യൽ സയൻസ് എന്നതിന്റെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് നമ്മൾ പറയുന്നത്. സയൻസ് എന്താണെന്ന് നമ്മൾ നോക്കി. അറിവിന്റെ ചിട്ടയായ സംഗ്രഹമാണ് ശാസ്ത്രം. സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ് സയൻസ്. ഇത്രയും പഠിച്ചു. അത് റാഷണലായ ഒരു അറിവിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുള്ളൂ. സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അറേഞ്ച്ഡ് ആയ നോളജിനെയാണ്, അല്ലാതെ അറേഞ്ച്ഡ് അല്ലാത്ത ഒരു അറിവിന്റെ കൂമ്പാരത്തെ നമുക്ക് സയൻസ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഇഷ്ടിക കൂമ്പാരം വീടാകുന്നില്ല. അതുപോലെ ചിട്ടപ്പെടുത്താത്ത ക്രമീകരിക്കാത്ത അറിവ് ശാസ്ത്രവുമാകുന്നില്ല. ശാസ്ത്രത്തിന്റെ പ്രത്യേകതകൾ: ഫ്യൂച്ചർ ഈവൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ റാഷണൽ ആയിരിക്കണം. വസ്തുനിഷ്ഠതയോടെ, ഒബ്ജക്ടിവിറ്റിയോട് കൂടിയുള്ള സമീപനം അതിലുണ്ടായിരിക്കണം. യുക്തിസഹമായ ചിന്ത അതിലുണ്ടാവണം. റാഷണാലിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെ സയൻസിന്റെ മറ്റു ചില പ്രത്യേകതകളാണ്. സമപ്പ് ചെയ്തേ ഉള്ളൂ കഴിഞ്ഞ ക്ലാസിന്റെ വീഡിയോ. ഇനി ഈ പറഞ്ഞ എല്ലാ പ്രത്യേകതകളും പാലിക്കുമ്പോൾ, എല്ലാ കണ്ടീഷൻസും വ്യവസ്ഥകളും പാലിക്കുമ്പോൾ അത്തരത്തിലുള്ള അറിവിന്റെ ഏതൊരു ബ്രാഞ്ചിനെയും, അത് ഹിസ്റ്ററി ആവട്ടെ, അത് സോഷ്യോളജി ആവട്ടെ, അല്ലെങ്കിൽ ഇക്കണോമിക്സ് ആവട്ടെ, അല്ലെങ്കിൽ ബോട്ടണി ആവട്ടെ, സുവോളജി ആവട്ടെ, ഏതുമാവട്ടെ, ഏതൊരു ശാഖയും ശാസ്ത്രം എന്ന കാറ്റഗറിയിൽ, വിഭാഗത്തിൽ വരുന്നു. സോ ശാസ്ത്രത്തിന്റെ കണ്ടീഷൻസ് നമുക്ക് മനസ്സിലായി. ക്രമാനുഗതമായ പഠനമാണ്. വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് ഗ്രാജുവൽ ആയിട്ടുള്ള ഓർഡർലി മാനറിലുള്ള ഒരു സ്റ്റഡിയാണ്. ഒപ്പം തന്നെ യുക്തിപരമായ ചിന്തയാണ്. റാഷണലായ തോട്ടാണ്. ഈ ശാസ്ത്രീയ സമീപനമാണ് ഒരു കാലത്ത് ഭൂമി പരന്നതാണെന്ന് നമ്മൾ ചിന്തിച്ചത് മാറ്റി ഉരുണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത്, അല്ലാതെ സൂര്യൻ ഭൂമിയെ അല്ല എന്ന് മാറ്റി ചിന്തിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ്? ഈ യുക്തിസഹമായ പഠനം കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റായ വഴിക്ക്, പഴയ കാലത്തെ തെറ്റായ ചിന്തകളിലൂടെ തന്നെ സഞ്ചരിച്ചേനെ. ശാസ്ത്രം അതുകൊണ്ട് വർഷങ്ങൾ പഴക്കമുള്ള അറിവാണ് എന്നതുകൊണ്ട് അതിനെ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ അത് പറഞ്ഞിരുന്നത് വലിയ മതമേലധ്യക്ഷന്മാരാണ് എന്നതുകൊണ്ട് അതിന് ശരിയാണെന്ന് ശാസ്ത്രം അംഗീകരിക്കണമെന്നില്ല. മറിച്ച് അത് നമുക്ക് തെളിയിക്കാൻ കഴിയുമോ, അതിന് വസ്തുതയുമായി ബന്ധമുണ്ടോ, അതിന് യുക്തിസഹമായ ഒരു അടിസ്ഥാനമുണ്ടോ, ഇത്തരം കാര്യങ്ങളുടെ ബേസിസിലാണ് അത് ശരിയായ അറിവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. നോക്കൂ, ഇനി മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മുടെ ചിന്ത അടുത്തതായിട്ട് പോകുന്നത്. സയൻസ് പൊതുവെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഒന്ന് ഫിസിക്സ്, അതിനെ ഭൗതിക ശാസ്ത്രം എന്നാ പറയാ. 2 പ്രകൃതി ശാസ്ത്രം, നാച്ചുറൽ സയൻസ് എന്നാണ് നമ്മൾ പറയാ. 3 സോഷ്യൽ സയൻസ്, സാമൂഹ്യ ശാസ്ത്രം. അപ്പൊ സയൻസിന്റെ 3 കാറ്റഗറൈസേഷനുകൾ നിങ്ങൾ പെട്ടെന്ന് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം എന്താ ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യണത്? യെസ്, അത് ദ്രവ്യത്തെയും ഊർജത്തെയും കുറിച്ച്, അതായത് മാറ്ററിനെയും എനർജിയെയും കുറിച്ചാണ് ഫിസിക്സ് പഠിക്കുന്നത്, അല്ലെ? നൗ പ്രകൃതി ശാസ്ത്രം എന്തിനെ കുറിച്ചാണ് പഠിക്കുക? അത് സസ്യലോകത്തെയും ജന്തുലോകത്തെയും, അതായത് പ്ലാന്റ് ലൈഫിനെയും അനിമൽ ലൈഫിനെയും കുറിച്ചാണ് പഠിക്കുക. അല്ലെങ്കിൽ പ്ലാന്റ് വേൾഡിനെയും അനിമൽ വേൾഡിനെയും കുറിച്ചാണ് ബോട്ടണി അഥവാ നാച്ചുറൽ സയൻസിന്റെ ബ്രാഞ്ച് ആയിട്ടുള്ള പ്രകൃതി ശാസ്ത്രം പഠിക്കുക. ഇനി ബോട്ടണിയിൽ സസ്യങ്ങളെ കുറിച്ച്, സുവോളജിയിൽ ജന്തുക്കളെ കുറിച്ച്. ഇനി മറ്റൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ സാമൂഹ്യ ശാസ്ത്രമോ, മൂന്നാമത്തെ ബ്രാഞ്ച്, അത് പഠിക്കുന്നത് സോഷ്യൽ സബ്ജക്റ്റുകളാണ്. അതായത് മനുഷ്യനുമായി ബന്ധമുള്ള സബ്ജക്റ്റുകൾ. അതുകൊണ്ട് അതിനെ നമ്മളൊരു വേറൊരു പേര് പറയാറുണ്ട്, അല്ലെ? മാനവിക വിഷയങ്ങൾ, ഹ്യൂമാനിറ്റേറിയൻ സബ്ജക്ട്സ്. അപ്പം സോഷ്യൽ സയൻസുകൾ മാനവിക വിഷയങ്ങളാണ്. എന്താണ് മാനവിക വിഷയം? മനുഷ്യൻ, അവന് ചുറ്റുമുള്ള സാമൂഹ്യ ലോകം, അവൻ എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അവൻ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, കൃഷിയിൽ ഏർപ്പെടുന്നു, അവൻ മതപരമായ ആചാരങ്ങൾ ചെയ്യുന്നു, അവൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതെല്ലാം അവന്റെ സാമൂഹ്യ ലോകമാണ്. അവൻ കുടുംബജീവിതം നയിക്കുന്നവനാണ്. അവൻ തൻ്റെ സഹജീവികളോടൊപ്പം കലയും സംസ്കാരവും വളർത്തുകയും പുലർത്തുകയും ചെയ്യുന്നവനാണ്. ഇതെല്ലാം മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്, മാനവിക പ്രവർത്തനങ്ങളാണ്. കച്ചവട പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് മനുഷ്യൻ. അപ്പൊ മാനവിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ സോഷ്യൽ സയൻസിന്റെ ബ്രാഞ്ചിന്റെ കീഴിലാണ് വരിക. സോ സയൻസ് ഒരിക്കൽ കൂടി പറയട്ടെ, 3 തരമായി നമ്മൾ തിരിക്കുന്നു. ഒന്ന് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്. അതിന്റെ കീഴിൽ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാ? ദ്രവ്യം, ഊർജം. ദ്രവ്യത്തിന് മാറ്റർ എന്നും ഊർജത്തിന് എനർജി എന്നും ഇംഗ്ലീഷ് വാക്ക് ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കണം. ഇനി പ്രകൃതി ശാസ്ത്രം, അതായത് നാച്ചുറൽ സയൻസ്, അതെന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യണത്? അത് പ്ലാന്റ് ലൈഫിനെ കുറിച്ചും അനിമൽ ലൈഫിനെ കുറിച്ചും. സോ മൂന്നാമത്തെ ബ്രാഞ്ച് സോഷ്യൽ സയൻസോ, അത്
ഹ്യൂമാനിറ്റേറിയൻ സബ്ജക്റ്റുകൾ, മനുഷ്യനും അവൻ്റെ ചുറ്റുപാടുമുള്ള സാമൂഹ്യ ലോകത്തെക്കുറിച്ചുള്ള പഠനം. നൗ നമ്മൾ ടോപ്പിക്ക് ഇനി മുന്നോട്ട് പോകുന്നത് സാമൂഹ്യ ശാസ്ത്രങ്ങളെ കുറിച്ച് തന്നെയാണ്. സാമൂഹ്യ ശാസ്ത്രങ്ങൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമുക്ക് നമ്മുടെ വിഷയം സുവോളജി അല്ല, ബോട്ടണി അല്ല, അതായത് നാച്ചുറൽ സയൻസും അല്ല, അതുപോലെ തന്നെ മറ്റ് ഫിസിക്സും അല്ല. പിന്നെ എന്താണ്? സോഷ്യൽ സയൻസ് ആണ് മൂന്നാമത്തെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ബ്രാഞ്ചാണ് നമ്മുടെ പഠന വിഷയം. അതുകൊണ്ട് ഒരു സമൂഹത്തിലെ വ്യക്തികളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ചും, ഇപ്പോൾ സമൂഹത്തിൽ വ്യക്തികളുണ്ട്, ഇൻഡിവിജ്വൽസ്, സംഘടനകളുണ്ട്, അസോസിയേഷൻസ്, സ്ഥാപനങ്ങളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ സമൂഹം എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് വാക്ക്? സൊസൈറ്റി. അതെ, സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിനെ കുറിച്ച്, സൊസൈറ്റിയിലെ സംഘടനകളെ കുറിച്ച്, അസോസിയേഷൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ സൊസൈറ്റിയിലെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കുറിച്ച്, ഇതൊക്കെയാണ് നമ്മൾ സോഷ്യൽ സയൻസിന്റെ കീഴിൽ പഠിക്കുക. അണ്ടർ ദ ടോപ്പിക് ഓഫ് സോഷ്യൽ സയൻസ് വി സ്റ്റഡി അബൌട്ട് ഇൻഡിവിജ്വൽസ്, അബൌട്ട് അസോസിയേഷൻസ് ആൻഡ് ഓൾസോ അബൌട്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അസോസിയേഷൻസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ജനറൽ. സോ വളരെ സയന്റിഫിക്കായ രീതിയിൽ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയുമാണ് ചെയ്യുന്നത് ഈ സോഷ്യൽ സയൻസ്. ഓക്കെ, how do the social sciences, all the social sciences approach their research activities? Yes, systematically and scientifically. എങ്ങനെയാണ് സോഷ്യൽ സയൻസ് സോഷ്യൽ റിയാലിറ്റീസ് ആണ് അന്വേഷിക്കുക. സോഷ്യൽ സയൻസുകൾ എന്താണ് അന്വേഷിക്കുന്നത്, എന്താണ് ഗവേഷണം ചെയ്യുന്നത്? അവരുടെ എൻക്വയറി മുഴുവനും സോഷ്യൽ റിയാലിറ്റി എന്താണ് എന്നതാണ് സോഷ്യൽ സയൻസ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത് സോഷ്യൽ സയൻസ് സൊസൈറ്റിയെ കുറിച്ചുള്ള റിസർച്ച് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്? ശാസ്ത്രീയമായി. ഇറ്റ് ഷുഡ് ബി ഇൻ എ കൈൻഡ് ഓഫ് സയന്റിഫിക് മോഡ്. സയന്റിഫിക് മോഡിലാണ്, ശാസ്ത്രീയമായ രീതിയിലാണ് അവർ ആ റിസർച്ച് സോഷ്യൽ സയന്റിസ്റ്റുകൾ ചെയ്യേണ്ടത്. സോ ശാസ്ത്രീയമായ രീതി എന്താണ് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു, അല്ലെ? അതാണ് നമ്മൾ ഇനി കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ സാമൂഹ്യ വിഷയങ്ങളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഒരു പുതിയ വിഷയമാകുന്നു, അല്ലെ? സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസ് എന്നൊക്കെ നമുക്ക് പേരിടാം. എങ്ങനെയാണ്? സയന്റിഫിക് രീതിയിൽ പറയണം. സോഷ്യൽ സബ്ജക്റ്റുകളെ സയന്റിഫിക് അല്ലാത്ത രീതിയിൽ രാഷ്ട്രീയ പ്രഭാഷണം നടത്തുന്നത് പോലെ പറഞ്ഞാലോ അതൊരിക്കലും സോഷ്യൽ സയൻസ് അല്ല. ഓക്കെ, അതൊക്കെ വ്യക്തികളുടെ അഭിപ്രായങ്ങളാണ്. അത് ഒരു വ്യക്തിയുടെ അഭിപ്രായം പോലെ ആയിരിക്കില്ല അതേ വിഷയത്തെക്കുറിച്ച് മറ്റൊരു വ്യക്തി പറഞ്ഞാൽ. ഓക്കെ, ഒരു സാമൂഹ്യ പ്രതിഭാസത്തെക്കുറിച്ച് ഒരു മതം പറയുന്നത് പോലെ മറ്റൊരു മതം പറയണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. അതൊക്കെ മതം എന്നതിന് അഭിപ്രായം എന്നേ അർത്ഥമുള്ളൂ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ലോകത്തുണ്ട്. നരവംശാസ്ത്രം എന്നൊരു ടോപ്പിക് തന്നെ എടുക്കാം. അത് ഒരു സോഷ്യൽ റിയാലിറ്റിയാണ്. മനുഷ്യവംശത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസിന്റെ ബ്രാഞ്ചിനെയാണ് ഇംഗ്ലീഷിൽ അതിന് എന്താ പേരാ പറയുക? ആലോചിച്ച് നോക്കൂ. ആന്ത്രപ്പോളജി. ആന്ത്രപ്പോളജി, ചരിത്രം. ഇംഗ്ലീഷിൽ നമ്മളതിനെ ഹിസ് സ്റ്റോറി, അവന്റെ കഥ. ആരുടെ കഥ? അവൻ, മാനവൻ. ആ മാനവന്റെ കഥയാണ്. അതാണ് ഹിസ്റ്ററി ആവുന്നത്. സാമൂഹ്യ ശാസ്ത്രം, ഓക്കെ, അതായത് സോഷ്യോളജി, അതാണ് ഉദ്ദേശിച്ചത് ഇവിടെ. സാമൂഹ്യ ശാസ്ത്രം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോഷ്യോളജി. ദെൻ ധനതത്വശാസ്ത്രം എന്ന് വെച്ചാൽ ഇക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം, അല്ലെ? രാഷ്ട്രമീമാംസ, പൊളിറ്റിക്കൽ സയൻസ്, അല്ലെ? രാഷ്ട്രതന്ത്രം ഒന്നും രാഷ്ട്രമീമാംസ ഒന്നൊക്കെ അതിനെ നമുക്ക് പേര് പിടിക്കാം. ഇനി മനഃശാസ്ത്രം, സൈക്കോളജി, ഇതൊക്കെ സോഷ്യൽ സയൻസിന്റെ കീഴിൽ വരുന്ന ബ്രാഞ്ചസ് ആണ് എന്നതുകൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്നറിയാവോ? സോഷ്യൽ സയൻസ് ഒക്കെ എങ്ങനെ ഈ ലോകത്തുണ്ടായേ, അതിന്റെ എമർജൻസ്. എമർജൻസ് എന്ന് വെച്ചാൽ ആവിർഭാവം, ഉണ്ടായി വന്നത്, തുടക്കം, ഉത്ഭവം. അത് പിന്നെ നാള് കഴിയും തോറും വളർന്ന് വികസിച്ചത് എങ്ങനെയാണ്, അതിന്റെ ഡെവലപ്മെന്റ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. പക്ഷെ ഇത്രയും ഭാഗം നന്നായി പഠിച്ച് ഇതിൽ നിന്ന് നമുക്ക് വരാനുള്ള ചോദ്യങ്ങൾ എന്താണെന്നൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്താണ് ലോകത്തിലുള്ള 3 ബ്രാഞ്ചസ് ഓഫ് സയൻസ്? അതിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സയൻസ് ഏതാണ്? സോഷ്യൽ സയൻസ്. നാച്ചുറൽ സയൻസും ഫിസിക്സും ഒന്നുമല്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. എന്നിട്ട് ഈ സോഷ്യൽ സയൻസിന്റെ കീഴിൽ എന്ത് ആണ് സോഷ്യൽ സയന്റിസ്റ്റ് റിസർച്ച് ചെയ്യുന്നത്? സോഷ്യൽ സയന്റിസ്റ്റിന്റെ റിസർച്ച് അല്ലെങ്കിൽ സോഷ്യൽ റിസർച്ചിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ റിയാലിറ്റി ആണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്?
സിസ്റ്റമാറ്റിക്കലി ആൻഡ് സയന്റിഫിക്കലി. സയന്റിഫിക്കലി എന്ന് മാത്രം പറഞ്ഞാൽ മതി, അപ്പൊ അതിനകത്ത് എല്ലാം ബന്ധപ്പെട്ടു. അത് സിസ്റ്റമാറ്റിക് ആയിരിക്കും, അത് എവിഡൻസിന്റെ കൂടിയ പഠനമായിരിക്കും, അത് അനുഭവാസ്പദമായ പഠനമായിരിക്കും, ഫ്യൂച്ചർ ഇവന്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പഠനമായിരിക്കും. സോ ആൻഡ് സോ എല്ലാ സയൻസിന്റെ പ്രത്യേകതകളും സോഷ്യൽ സയൻസിനും ഇന്നത്തെ ലോകത്തിലെ സോഷ്യൽ സയൻസിന് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഗ്രീക്കുകാര് എത്രത്തോളം സംഭാവന ചെയ്തു സോഷ്യൽ സയൻസിന്റെ പഠനത്തില് എന്നതാണ് ആദ്യം നമ്മൾ ഇനി അടുത്തതിൽ പറയാൻ പോകുന്നത്. പുരാതന ഗ്രീക്കുകാരുടെ തത്വചിന്താപരമായ വാദപ്രതിവാദങ്ങൾ സോഷ്യൽ സയൻസിന്റെ ഡെവലപ്മെന്റിന് സഹായിച്ചു. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക്. പിന്നെ വേറെയും കാര്യങ്ങളൊക്കെ ലോകത്തിൽ നടന്നിട്ടുണ്ട്. കുരിശുയുദ്ധങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങൾ സോഷ്യൽ സയൻസിന്റെ വളർച്ചയ്ക്ക്, ക്രൂസൈഡ് എന്ന് പറയുന്ന കുരിശുയുദ്ധങ്ങൾ എന്ന് പറയുന്ന ചരിത്ര സംഭവം അത് എപ്രകാരമാണ് സോഷ്യൽ സയൻസിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചത് എന്നും നമുക്ക് അടുത്ത ടോപ്പിക്കിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക.